മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള ഗൾഫ് രാജ്യമായി UAE മാറും. ദുബായിൽ നടക്കുന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലും നരേന്ദ്രമോദി സംസാരിക്കും. അബുദാബിയിൽ നിന്നും സുരേഷ് വെള്ളുമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം അങ്ങനെ അവസാനം സമർപ്പണത്തിന്റെ മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ്. രാവിലെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പുരോഗമിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഈ ക്ഷേത്രത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്, സമർപ്പണ ചടങ്ങ് നിർവഹിക്കുകയാണ്. 27 ഏക്കർ സ്ഥലത്താണ് അതിമനോഹരമായി, അതും UAE സർക്കാർ, അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയിട്ടുള്ള 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 2018 ഭൂമി ലഭിക്കുന്നു, 19 ശിലാസ്ഥാപനം നടക്കുന്നു, 2019 ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതിനുശേഷം അതിവേഗത്തിൽ കോവിഡിൽ പോലും നിലച്ചു പോകാത്ത നിർമ്മാണ വേഗതയായിരുന്നു ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്. അവസാനം ഈ ക്ഷേത്രം വിശ്വാസികൾക്ക്, സന്ദർശകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. 27 ഏക്കറിൽ 13 ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ബാക്കി 14 ഏക്കറിൽ പാർക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ത്രിവേണി സംഗമമുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ. യമുനയും ഗംഗയും കാണാം. അതോടൊപ്പം തന്നെ ഒരു പ്രകാശകിരണം പോലെ സരസ്വതി നദിയും ചേരുന്നു. ക്ഷേത്രത്തിനകത്ത് 7 പ്രധാന പ്രതിഷ്ഠകൾ, മറ്റ് പ്രതിഷ്ഠകളും മൂർത്തികളുമെല്ലാം ഉണ്ട്. ശബരിമല ശ്രീ അയ്യപ്പൻ അടക്കം ഈ ക്ഷേത്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാമനും സീതയും ശിവപാർവതിമാരും എല്ലാവരുമുള്ള ക്ഷേത്രം. ഇനി ക്ഷേത്രത്തിലെ കൊത്തുപണികൾക്കുമുണ്ട് പ്രത്യേകത. അറബ് ലോകത്താണ് ക്ഷേത്രം, അതുകൊണ്ട് തന്നെ അറബ്, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം എല്ലാം ഈ ക്ഷേത്രത്തിലൂടെ കാണാൻ നമുക്ക്. UAEയുടെ ഉത്ഭവം മുതൽ ഇന്ന് എത്തി നിൽക്കുന്നതുവരെയുള്ള ബുർജ് ഖലീഫയും ഫ്യൂച്ചർ മ്യൂസിയവും അടക്കമുള്ള കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെയാണ് മഹാഭാരതവും ശിവപുരാണവും എല്ലാം ചേർന്നിട്ടുള്ള രാമായണവും എല്ലാമുള്ള ശില്പഭംഗിയും എല്ലാം തന്നെ. മറ്റൊന്ന് UAEയുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 സ്തൂപങ്ങളാണ് ഈ ഗോപുരത്തെ, ക്ഷേത്രത്തെ അതിമനോഹരമാക്കുന്നത്. വിടർന്നു നിൽക്കുന്ന ഒരു താമരയുടെ രൂപമാണ് ദൂരക്കാഴ്ചയിൽ ക്ഷേത്രത്തിന് ഉള്ളത്. 108 അടി ഉയരമാണ് ക്ഷേത്രത്തിന്. അതോടൊപ്പം തന്നെ 2000-ഓളം ശില്പികൾ രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെയായി ശില്പനിർമ്മാണം നടത്തി, നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. അതേസമയത്ത് തന്നെ 1500-ഓളം വോളണ്ടിയർമാർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഏതാണ്ട് 700-ലധികം കണ്ടെയ്നറുകളിലായിട്ടാണ് ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, മതേതരത്വത്തിന് മുഖം കൂടിയാണ്. അറബ് ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ഒരു അറബ് രാജ്യമാണ് UAE ആണ്. 3 ക്ഷേത്രങ്ങളുള്ള ഒരു രാജ്യം, ഗൾഫ് മേഖലയിൽ 3 ക്ഷേത്രങ്ങളുള്ള രാജ്യമാണ് UAE. അങ്ങനെ വലിയ പ്രത്യേകതകൾ, മതേതരത്വത്തിൻ്റെ മുഖം, സ്നേഹത്തിൻ്റെ മുഖമൊക്കെയാണ് ഈ ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നത്. മുഷീർ കൊടിയിലിനൊപ്പം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.